മലയാളത്തിൽ ഒരുപാട് നമുക്ക് നല്ല നല്ല ക്രൈം ത്രില്ലർ കിട്ടുന്നുണ്ട്. ഈ സിനിമയിൽ നമുക്കൊന്നും തോന്നില്ല. പൊതുവേ ഷൈൻ ടോം ചാക്കോയെ കണ്ടുകൂടാ. ഒരുമാതിരി എന്തോ വാക്യകത്ത് പഴം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ നമ്മൾ ആ പുള്ളി പറയുന്ന ഡയലോഗ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പ്രേക്ഷകർക്ക് കണക്റ്റ് ആവും. പിന്നെ ഈ ചെറിയ സിനിമയൊന്നും കാണാൻ ആരും വരില്ല. ഈ തിയേറ്ററിലെ ആദ്യത്തെ ഷോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ആകെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി ആളുണ്ടാവും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ആരും ഏറ്റെടുക്കില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് എന്ത് കണ്ടിട്ടാണ് ഈ നിർമ്മാതാക്കളൊക്കെ ഇമാതിരിയുള്ള സിനിമകൾ നിർമ്മിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത വല്ല നിർമ്മാതാക്കൾ നിർമ്മിച്ചതായിരിക്കാം. ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു അവിയൽ പോലത്തെ ഒരു സിനിമയാണ്. ഒരു പ്രൊട്ടക്ടർ ഒരു ചെറിയ സിനിമയാണ്. അത് പക്ഷേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു ഹൊറർ, പ്രേതം, ഭൂതം, പിന്നെ ക്രൈം, പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ത്രില്ലർ ടൈപ്പായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതൊരു ചെറിയ സിനിമ നിർമ്മാതാവ് ഡയറക്ടർ അതിനെ ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പഴയ മണിക്കൂട്ടൻ ഒരു മലയാള സിനിമ ഒരുവിധം നന്നായിട്ട് വിനിയോഗിച്ചിട്ടില്ലാത്ത ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. മണിക്കൂട്ടൻ അതിൽ നല്ല കഥാപാത്രമുണ്ട്. മണിക്കൂട്ടനെ അതിൽ ആ ഒരു ക്യാരക്ടറായിട്ട് കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം. പുള്ളിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് മലയാള സിനിമയിലെ സംവിധായകന്മാർക്ക് കൊടുക്കാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പുള്ളി ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ MG സോമൻ്റെ മകൻ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെറുപ്പക്കാർ, പുതിയ ആൾക്കാർ, അവർക്കെല്ലാം നല്ല അവസരം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് പ്രേതം, ഭൂതം, പിന്നെ കൊലപാതകം, പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സസ്പെൻസൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് നമുക്ക് നല്ല നല്ല ക്രൈം ത്രില്ലർ കിട്ടുന്നുണ്ട്. ഈ സിനിമയിൽ നമുക്കൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ അടുത്തെന്ന് അങ്ങനത്തെ എലമെൻസ് ഒന്നുമില്ല. പിന്നെ ആകെ എനിക്ക് പൊതുവേ ഷൈൻ ടോം ചാക്കോയെ കണ്ടുകൂടാ. ഒരുമാതിരി എന്തോ വാക്യകത്ത് പഴം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ നമ്മൾ ആ പുള്ളി പറയുന്ന ഡയലോഗ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ ഇതിൽ അഭിനയിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ഡബ് ചെയ്തപ്പോൾ തന്നെ വല്ല സാധനവും സേവിച്ചിട്ടുകൊണ്ടാണോ ഈ അഭിനയിച്ചെന്നൊക്കെ തോന്നിപ്പോയി. ബാക്കി എല്ലാവരും പറഞ്ഞ സുധീർ കരമനയുണ്ട്. പിന്നെ നായികയും ആയിട്ടും പിന്നെ വേറെ കുറേ പുതുമുഖമാണ് നായിക. പിന്നെ കൂട്ടുകാരായിട്ട് ആ നാട്ടിലുള്ള കുറേ ആൾക്കാരായിട്ട് അവരെല്ലാം പുതുമുഖങ്ങളാണ്. അവർക്കൊക്കെ ഒരു നല്ല അവസരം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കൊച്ചു കഥാപാത്രങ്ങൾ ചെയ്തവർക്കെല്ലാം നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ പ്രേക്ഷകർക്ക് കണക്റ്റ് ആവും. പിന്നെ ഈ ചെറിയ സിനിമയൊന്നും കാണാൻ ആരും വരില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് നല്ല ക്രൈം ത്രില്ലറുകൾ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കിട്ടിയിട്ടുള്ളപ്പോൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. പിന്നെ ഒരു ചെറിയ സിനിമയിൽ അവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. അത് വലിയ നല്ല എനിക്കൊന്ന് ഏതോ നമ്മൾ പല സിനിമകളിലും ഒരു പശ്ചാത്തലമായിട്ടുള്ള ഏതോ ഒരു വലിയ മനയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ആ ഒരു പ്രധാനപ്പെട്ട ഒരു തറവാടായിട്ട് കാണിക്കുന്നത്. പിന്നെ അവർ ഭംഗിയായിട്ട് അവർ മാക്സിമം ഉള്ള ബഡ്ജറ്റ് വെച്ച് അവർ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്കൊന്ന് ഈ തിയേറ്ററിലെ ആദ്യത്തെ ഷോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ആകെ 3 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി ആളുണ്ടാവും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഈ ചെറിയ സിനിമ കാണുന്ന ആളായതുകൊണ്ട് എന്തായാലും കാണാം എന്ന് വിചാരിച്ച് കയറി. എനിക്കങ്ങനെ ഒരു ചെറിയ കുഞ്ഞു സിനിമയെ ഒരു ഭംഗിയായിട്ട് എടുത്തത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ത്രില്ല്, നമ്മുടെ ഒരു പേടിപ്പെടുത്തുന്ന സംഭവങ്ങളെല്ലാം കൂടെ നന്നായിട്ട് BGM ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കഥയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കഥയൊക്കെയാണ്. പിന്നെ നമുക്ക് നല്ല നല്ല ക്രൈം ത്രില്ലർ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ആരും ഏറ്റെടുക്കില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് എന്ത് കണ്ടിട്ടാണ് ഈ നിർമ്മാതാക്കളൊക്കെ ഇമാതിരിയുള്ള സിനിമകൾ നിർമ്മിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ പണത്തിൻ്റെ ഒരു സോഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത വല്ല നിർമ്മാതാക്കൾ നിർമ്മിച്ചതായിരിക്കാം. പിന്നെ ആ സിനിമയെ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരെയും സുധീർ കരമനയുണ്ട്, ഇങ്ങനെ പല പല പ്രമുഖ താരങ്ങളെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ലൊട്ടിലൊടുക്ക് കഥാപാത്രങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ പുതുമുഖങ്ങൾക്ക് കുറേ പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ഭാവിയിൽ അവരൊക്കെ താരങ്ങളായി മാറട്ടെ. പിന്നെ പുള്ളിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ്. പുള്ളിയൊക്കെ മലയാള സിനിമ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന്. പുള്ളി അതിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വന്ന് ആ സിനിമയിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെയാണ് ഈ സിനിമയിലെ ഒരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഷൈൻ ടോം ചാക്കോയെ കാട്ടി എന്ന് പറയാം. ഒരു ഹൊറർ എല്ലാം കൂടെ ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു അവിയൽ പോലത്തെ ഒരു സിനിമയാണ് ഇത്.